ഏതായാലും ഈ കഴിഞ്ഞ 10 വർഷം ഒരു മൂലേമാരി ഒരു സയ്യിദിന്റെയും കോലം തെരുവിൽ കത്തിയിട്ടില്ല. ഈ മുസ്ലിം ലീഗേര് സത്യപ്രതിജ്ഞക്ക് പോകുന്നതിന്റെ മുമ്പാണ് ഇതുപോലത്തെ ഒരു സയ്യിദിന്റെ കോലം തെരുവിൽ വൈക്കോലുണ്ട പുകയുന്ന മാതിരി പുകഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട് എവിടുക്കാ പോണത് എന്നുള്ളത് ബുദ്ധിയും തൻ്റെയോടല്ലോലൊക്കെ മനസ്സിലാക്കിക്കോളി. അതിന്റെ ചെറിയൊരു സാമ്പിൾ നമ്മൾ പറയില്ലേ, സാമ്പിൾ വെടിക്കെട്ടാണ് യഥാർത്ഥ വെടിക്കെട്ട് വരുന്നുള്ളൂ അറിയില്ലേ, ആ വെടുക്കാണത് പോണേ. ഇവര് ഇതിനൊന്നും മുണ്ടൂല മനുഷ്യന്മാരെ. ഇവര് ഇതിനൊന്നും മുണ്ടൂല. ഇവര് സത്യപ്രതിജ്ഞ ചെയ്തത് എങ്ങനെ, പഴയത് ഇവര് ചെയ്തത് എങ്ങനെ, അതിന് ന്യായീകരിക്കുകയാണ്. ആവശ്യമില്ലോടത്തും ആവശ്യമില്ലാത്തടത്തൊക്കെ ഇവലെ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോ അള്ളാഹു അക്ബർ, ഇവലെ പ്രകടനം തുടങ്ങുമ്പോ അള്ളാഹു അക്ബർ. ഇവരെ പാർട്ടിക്ക് ഏതെങ്കിലും മനുഷ്യന്മാര് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിന്ന് ചെന്നാൽ അവരെ പച്ച പതാക അല്ലെങ്കിൽ പച്ചശാള അണിയിച്ച് സ്വീകരിക്കുമ്പോ അള്ളാഹു അക്ബർ. ഇതൊക്കെ വരെ ചെയ്തിട്ടില്ലേ? പണ്ഡിതന്മാരെയും മുസ്ലിം ലീഗിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പണ്ഡിതന്മാരെ കോലം കത്തിക്കുമ്പോ അള്ളാഹു അക്ബർ. എന്തേ ഇവർക്ക് നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ അള്ളാഹു അക്ബർ എന്ന് പറയാനൊരു മടി? അത് മറുപടി പറയാൻ പോലും ബാധ്യസ്ഥരല്ലേ, ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഇതന്നെയല്ലേ മുസ്ലിമീങ്ങളെ പറ്റിക്കാണ് എന്ന് പറയുന്നത്. ഇവരുടെ അതേ വാദം തന്നെയല്ലേ സംഘികളും പറയുന്നത്. സംഘികൾക്കെതിരായിട്ട് ആരും നിൽക്കാനോ പറയാനോ പാടില്ല, അവരെ കോലം കത്തിക്കും. ഇങ്ങനത്തെ ഏതായാലും ഈ മുസ്ലിം സമുദായത്തിന് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കൗമുണ്ടെങ്കിൽ അത് പാണക്കാട് തങ്ങൾ നേതൃത്വം ചെയ്യുന്ന ഈ ലീഗാ. മനസ്സിലായിക്കോളൂ നിങ്ങൾ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെ എല്ലാ കാലത്തും ഈ സുകുമാരൻ നായരും വള്ളാപ്പള്ളി നടേശനും പിന്നെ SNDP-യും അതേപോലെ NSS ഒക്കെ ഉണ്ട്. ആരെങ്കിലും ഒരു സയ്യിദിന്റെ കോലം കത്തിച്ച അതിന് കേരളം സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? സാദിഖ് അലി തങ്ങള് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നില്ലേ കത്തിയില്ലേ. അപ്പൊ ഇതിനൊക്കെ ഇവർക്ക് ന്യായീകരിക്കാനേ കഴിയുള്ളൂ. ഓലെതിരും ഒന്നും പറയരുത്, ഓലിക്ക് എന്ത് മാത്താങ്കുത്തും ചെയ്യാം. മനസ്സിലായങ്ങൾക്ക് ഇത്തരം ഒരു അതപ്പതിച്ച വർഗം ഇവരെ കൊണ്ട് ഇസ്ലാമിന് മനുഷ്യന്മാരെ എന്ത് ഗുണമുള്ളത്? മുസ്ലിമീങ്ങളെ പറയിപ്പിച്ചില്ലേ. അതില് വേറൊരു കാര്യമുണ്ട് ലത്തീഫ്ക, ഇങ്ങക്ക് ഈ ലോകത്തിനെ പറ്റി ഒന്നും അറിയില്ലേ? വലിയ വലിയ തന്ത്രജ്ഞന്മാരും വലിയ വലിയ കഴിവുള്ള ആളുകളും ജനങ്ങളെ പഠിപ്പിച്ചൊരു വിഷയമുണ്ട്. തന്നെക്കാളും ശക്തനായ ഒരാളോട് യുദ്ധം ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങളെക്കാളും ശക്തനായ ഒരാളോട് നിങ്ങൾ തല്ലാൻ പോകാൻ പാടില്ല. നിങ്ങൾ തല്ലുകയാണെങ്കിൽ നിങ്ങളെക്കാളും ദുർബലനായ ഒരാളോട് നിങ്ങൾ ഏറ്റുമുട്ടാൻ പാടുള്ളൂ. എതിരാളി ശക്തനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒത്തുതീർപ്പിന് ശ്രമിക്കണം. അല്ല, എതിരാളി നിങ്ങളെക്കാളും മോശപ്പെട്ടവനാണെങ്കിൽ ഒത്തുതീർപ്പിന് പോകരുത്, നിങ്ങൾ തല്ലാൻ നിൽക്കണം. അതാണ് വലിയ വലിയ ആളുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. അത് നല്ലോണം മുസ്ലിം ലീഗിന് അറിയാം. എതിരാളി തന്നെക്കാളും കരുത്തനാണെങ്കിൽ ഒരിക്കലും ഏറ്റുമുട്ടാൻ പോകരുത്. ഏറ്റുമുട്ടാൻ പോകുന്നത് വിഡ്ഢിത്തരമാണ്. കാരണം തല്ല് നല്ല കൊള്ളും. എതിരാളി തന്നെക്കാളും കഴിവ് കെട്ടവനാണെങ്കിൽ നിങ്ങൾക്ക് തല്ലാൻ നിൽക്കാം, ഒരു കുഴപ്പമില്ല, നല്ല അങ്ങോട്ട് പൊരിഞ്ഞു കൊടുക്കുക. മനസ്സിലായ? അതാണ് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുക. അതാണ് ലീഗ് അവിടെ ചെയ്യുന്നത്. സമസ്ത എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുന്ന ഒരു മരാണ്. എങ്ങനെ തച്ചാലും കൊള്ളും, എങ്ങനെ ചീത്ത പറഞ്ഞാലും കേൾക്കും, തിരിച്ചു തല്ലൂല. നേരെ മറിച്ച് SNDP, BJP, RS എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞാല് വിവരം അറിയും മുസ്ലിം ലീഗ്. മനസ്സിലായ? വിവരം അറിയും. അതാ പറഞ്ഞത്, തന്നെക്കാളും സ്ട്രോങ് ആയ ഒരാളോട് ഏറ്റുമുട്ടാൻ പാടില്ല. അത് ബുദ്ധിയല്ല, അത് വിഡ്ഢിയുടെ പരിപാടിയാണ്. അതാണ് ഇവിടെ മുസ്ലിം ലീഗ് കാണുന്നത്. മനസ്സിലായ? അത് ആലോചിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ആരാന്റെ ചോറ് തിന്നു കഴിഞ്ഞാല് ഒരല്പം ബുദ്ധിയും വിവരവും ഉണ്ടാവൂല കേട്ടാ. തിന്നുന്ന ആരാണ്ടില്ലേ, അധ്വാനിച്ച് തിന്നുന്നല്ലോ. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒക്കെ നിയമം അതൊക്കെ പഠിക്കാൻ ആരാന്റെ ചോറ് തിന്നാൻ പോകുന്ന നേരം കൊണ്ട് വിവരമില്ലല്ലോ. ദൈവനാമത്തിൽ ഇപ്പൊ കേസാണ്. നിരവധി കേസുകൾ പിന്നെ ഹൈക്കോടതിയുടെ മറ്റുമൊക്കെ ഉണ്ട്. BJP MLA മാര്, BJP കൗൺസിലർമാർ
തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ഗുരുവായൂരപ്പൻ്റെ പേരിലും ശബരിമലയുടെ പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് കോടതി വിലക്കിയ കാര്യമാണ്. ദൈവനാമത്തിലെ സത്യപ്രതിജ്ഞ ചെയ്യാവൂ എന്നൊക്കെ അതൊക്കെ അറിയാം. ഈ സമുദായത്തിന് അതറിയാം. അന്തംഗമ്യ നിന്നെപ്പോലത്തെ അത് അറിയാത്തതിനിപ്പം ഞാളെന്താ ചെയ്യണ? പിന്നെന്താ പറഞ്ഞ് നമ്മൾ SNDPക്കാരെ പോയിട്ട് തക്കണം, NSSകാരെ പോയി തക്കണം, എന്നിട്ട് നാട്ടിൽ കൊലവാക്കെ പിന്നെ കുഴപ്പമുണ്ടാക്കണം. അല്ല, നീ പോയിട്ട് ആരാൻ്റെ ചോറ് തന്നെ നിന്നോ, അതാ എനിക്ക് നല്ലത്. കാക്ക, നിങ്ങള് ഈ ചന്ദ്രികയിൽ വരുന്ന കളവുകളും പച്ചപ്പട എന്താ പറയാ ഗ്രൂപ്പുകളിൽ വരുന്ന കളവുകൾ മാത്രം അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി ഇവിടെ ഒന്ന് ഛർദ്ദിക്കരുത്. സുപ്രീം കോടതിയുടെ വിധി എന്താണെന്നറിയോ? അത് ആദ്യം വിധി എന്താന്ന് പഠിക്കുക. സുപ്രീം കോടതിയുടെ വിധി 3 വിഷയങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, യഹോവയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. മനസ്സിലായ? ഈ 3 വിഭാഗങ്ങളാണ് കേരളത്തിലുള്ളത്. ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള്. ഇവരെ 3 വിഭാഗത്തിന്റെയും ദൈവങ്ങളെ കൊണ്ട് സത്യം ചെയ്യാം, സത്യപ്രതിജ്ഞ ചെയ്യാം. അതല്ലാതെ മറ്റു മൂർത്തികള്, മറ്റ് ദൈവങ്ങളെ പേര് പറയാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത് മനസ്സിലാകാത്ത ഈ ലീഗിന്റെ ചന്ദ്രകയിലും അതുപോലെ എന്താ പച്ചപ്പാട വാട്സപ്പ് ഗ്രൂപ്പിലും കിട്ടുന്നത് മാത്രം അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി ഇവിടെ ഛർദ്ദിക്കല്ലേ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വരെയെങ്കിലും ഞാൻ ആ സുപ്രീം കോടതി വിധി ഞാൻ ഇതിൽ ഫോർവേഡ് ചെയ്യാം. മനസ്സിലായ? വിധിയൊന്നും ഇനി പോസ്റ്റ് ചെയ്യട്ടെ. യഹോവയുടെ നാമത്തിൽ, അള്ളാഹിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സുപ്രീം കോടതി പറഞ്ഞ വിധി ഇനി ഒന്നുകൂടെ പോസ്റ്റ് ചെയ്തട്ടെ. ദൈവനാമത്തിൽ അവിടെ നിൽക്കട്ടെ. ഇങ്ങളെ പാണക്കാട് തങ്ങളെ കോലം ഇവിടെ മനുഷ്യന്മാര് കത്തിച്ചിട്ട് ഇങ്ങളെ നാവെന്താ ചലിക്കാത്തത്? അതെ, ഈ പണ്ഡിതന്മാരെ തോന്നിയാസം പറയുമ്പോഴും അതേപോലെ മറ്റുള്ളത് ഈ ആഭാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടുമ്പോഴും ആണും പെണ്ണും വൃത്തികെട്ട തമ്മാടിത്തരം കാട്ടുമ്പോഴും കൂലു തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പിന്നെ പറയുന്ന മുനാഫിക് ലീഗിന് എന്തുകൊണ്ട് നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുമ്പോ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് അള്ളാഹ് നിങ്ങളെ നാവിൽ വന്നില്ല? മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമിന്റെ ആദ്യത്തില് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ആദ്യം കേൾക്കുന്ന കെലിമത്താണ് അല്ലാഹ്. അതേപോലെ നമ്മൾ അവസാനമായി നമ്മൾ ഈ ദുന്യാവിന്ന് വിശ്വാസികൾ പോകുമ്പോൾ നമ്മൾ ചെല്ലേണ്ടതും നമുക്ക് പിന്നെ ചാവാൻ പറ്റുന്ന നാമമാണ് അല്ലാഹു അക്ബർ. ഇതൊരു ചില്ലറ വിഷയം. അധികാരത്തിന് വേണ്ടിയിട്ട് RSSന്റെ രൂപത്തിലേക്ക് 3 BJPക്കാരെ പേടിച്ചിട്ട് അവരെ എന്ത് ചെയ്തു, മാറ്റി വെച്ചു. ഇതിന്റെ മുന്നേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെയ്തിട്ടില്ലേ, പലോരും ചെയ്തിട്ടില്ലേ അള്ളാന്റെ നാമത്തിൽ? അന്ന് എന്തെങ്ങനെ വന്നു? ഇതിനൊക്കെ മറുപടി പറയാൻ ബാധ്യസ്ഥരാ. മറുപടി പറയാൻ നിങ്ങൾ പറഞ്ഞേരി, ആധികാരികമായിട്ട് തെളിവ് വെച്ച് ഇതിന് പറഞ്ഞേരി. നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്? ഇസ്ലാം ദീനിനെ വിറ്റുങ്ങാണ്ട് കാശാക്കിങ്ങാണ്ട് നിയമസഭയിൽ ചെന്നുങ്ങാണ്ട് വൃത്തികെട്ട തെമ്മാടിത്തരം കാട്ടിയേ. ഇത് ചോദ്യം ചെയ്യാൻ പറ്റൂല. ഇങ്ങക്ക് എല്ലാ തോന്നിവാസവും ഇങ്ങക്ക് ഇല്ല. പണ്ഡിതന്മാരെ കോലുണ്ടാക്കുമ്പോഴും ആടിനടുത്തുങ്ങാണ്ട് റോട്ടിൽ കൂടെ പിന്നെ നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങക്ക് തെക്കിബീർ ചെല്ലണ ഇങ്ങള് എന്തുകൊണ്ട് പരമോന്നതമായ നീതിപീഠത്തിൽ ജനാധിപത്യ ബഹുസ്വരയിൽ പോകുന്ന നാട്ടില് എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞില്ല? പണ്ട് ഇതേപോലെ സീതിയാജിക്ക് സ്പീക്കർ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് തൊപ്പി ചന്തിന്റെ അടിയിലും വെച്ചിട്ടുണ്ട്. കാലത്തൊന്നും മറന്നിട്ടില്ല. എന്നിട്ട് അതിന് ന്യായീകരിച്ച് വരിക. ഊസൂറും പുളി നാണോ മാണോ മാണടാ. ഇങ്ങ വെറുതെ മുനാഫിക് ലീഗ് അറിയുന്നത്. എന്നിട്ട് ന്യായീകരിച്ച് വന്നിക്കോ. ഇതാ ഇംഗ്ലീഷ് അറിയാ, വായിച്ചു നോക്കി. ഈ ലീഗര് പറയുന്ന കളവ് മാത്രം മണ്ണാക്ക് തൊടാതെ വിഴുങ്ങി വിടന്ന് ഛർദ്ദിക്കണ്ട. സുപ്രീം കോടതി വിധിയാണത്. ഒന്ന് വായിച്ചു നോക്കാണി. അതാ പറഞ്ഞ കുറച്ച് വിവരം വേണം. സുപ്രീം കോടതിയുടെ വിധി അന്തിമമായിട്ടില്ല കേട്ടോ. താൽക്കാലിക വിധിയെ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അപ്പീൽ കോടതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടാ. സുപ്രീം കോടതി വിധി അങ്ങനെ തന്നെയാണെങ്കിൽ എന്താണ് നിങ്ങൾ പല വിഷയത്തിലും പല സംഗതിക്കും നിങ്ങൾ കേസ് നടത്തുന്ന പോണങ്ങൾ എന്തുകൊണ്ട്? ഇത് ആധികാരികമായ ഒരു വിശ്വാസം ആയതുകൊണ്ടും മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന ഒരു വിശ്വാസം ആയതുകൊണ്ടും എന്തേ പിന്നെ എന്ത് ചെയ്യാൻ അതുമായി ഇപ്പൊ പിന്നെ നമ്മൾ അപ്പീൽ പോകണം, മറ്റു വിഷയത്തിലൊക്കെ നമ്മൾ നടത്താറില്ലേ?
പല വിഷയത്തിൽ നിങ്ങൾ നടത്തിയിട്ടില്ലേ? എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ പിന്മാറി? ഈ വിഷയം അതെ കോടതി നിയമമാണെങ്കിൽ പിന്നെ കോടതി നിയമമാണെങ്കിൽ അതിന് പല മാനദണ്ഡങ്ങളും നമ്മളെ നാട്ടിലില്ലേ? ഈ മാപ്പളാരെ കുറിച്ചും കാണ്ട് ഇങ്ങനെ ഒരു സംഭവം മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് അത് പിന്നെ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ല? എല്ലാ വിഷയത്തിലും നിങ്ങൾ പിന്നെ സുപ്രീം കോടതി പോകുക, അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ പോകുക, അപ്പീലിൽ പോകുക, അതിന്റെ അപ്പുറത്തേക്കൊക്കെ പോകണങ്ങൾ. എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ ഇതിലേക്ക് വന്നില്ല? ഈ ചോദ്യത്തിനൊക്കെ മറുപടി പറയും. അതിന് മലയാളം അതാ, ഇത് കേട്ടോ കാണി. എന്നിട്ട് കളവ് പറയാണ്. പച്ചപ്പടയിൽ വരുന്ന കളവുകള് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിൽ വിടാന്ന് ഛർദിക്കാണ്. വായിച്ച് അതിന്റെ അർത്ഥം അത് വിട്ടുകണ്. ഇനി അതിലെന്താ പറയാനുള്ളത്? സുപ്രീം കോടതി വിധിയാണ് മേലാ കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ തെറ്റില്ല. നിങ്ങൾ ആരോടായി പറയണത്? ഈ ബുദ്ധിയില്ലാത്ത മൂരികളായ ഗ്രൂപ്പിൽ പോയിട്ട് ഇത് പറയേ. ബുദ്ധിയുള്ള ആളുകളെ ഗ്രൂപ്പിൽ ഇത് പറയരുത് പ്ലീസ്. മാണിക്കക്കല്ല അങ്ങനെ ചെയ്ത കഴിഞ്ഞ പ്രാവശ്യമൊന്നും നിയമസഭയിൽ BJP-ക്കാരില്ലാന്ന്. ഇക്കൊല്ലം മൂന്നെണ്ണം അവിടെ. നമ്മളെ കുറുവട്ടൂരാളെ മാതിരി 3 അടുപ്പും കല്ലായിട്ട് BJP-ക്കാരുണ്ട്. ഓല് തെറ്റൂലേ? അല്ലെങ്കിൽ ഓല് കൊല പിന്നെ മണ്ടക്കിട്ടുങ്ങാണ്ട് കൊട്ടൂലേ? അതുകൊണ്ടാണ് അത് സംഗതിന്ന്. ഇനിയിപ്പോ 3 ഉള്ളത് ചിലപ്പോ ഇനി 6 ആകും. അതാണ് അത് സംഭവം. അതല്ലാതെ ഒന്നുമല്ല.